ലൂക്കോസിന്റെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകങ്ങളിലും ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് തുടർമാനമായിട്ട് കാണാൻ കഴിയും. പ്രാർത്ഥനയും ആത്മശക്തി. In the book of Luke and in the Acts of the Apostles, these are the two main topics. One is prayer, another is spiritual power. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം കാണുന്നത് ഒരു ദേവാലയത്തിന്റെ ആരാധനയോടുള്ള ബന്ധത്തിലാണ്. You know, Luke chapter 1 begins with the worship in the temple. സക്കറിയാ പുരോഹിതനടക്കമുള്ള പ്രിയപ്പെട്ടവരെ ആരാധനയ്ക്കായിട്ട് ആരാധനാലയത്തിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് ലൂക്കോസ് 1-ൽ കാണുന്നത്. In Luke chapter 1 we see a picture of, the priest Zechariah and all the people gathering in the temple to worship God. ലൂക്കോസിന്റെ സുവിശേഷം അവസാനിക്കുന്ന 24-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യം തീരുന്നത് അവർ ദേവാലയത്തിൽ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു പോകുന്നു എന്നാണ്. And the book of Luke, chapter 24 ends with the saying that they worshiped God in the temple. അതുകൊണ്ട് ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ദേവാലയം, ആരാധന, പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. As far as the child of God is contained, the temple, the prayer, the worship is a big thing. ലൂക്കോസ് ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും ദേവാലയവും ആരാധനയുമായി ബന്ധപ്പെട്ട്. Luke begins with worship and the temple and he ends with worship and the temple. ഇതിന്റെ 1 മുതലുള്ള അധ്യായങ്ങൾ തുടർമാനമായിട്ട് ഈ ആരാധനാലയത്തിൽ നടക്കുന്നത് പ്രാർത്ഥനയാണ്. As right on chapter 1, what is happening in the temple is prayer. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു സക്കറിയാവിനെയാണ് കാണുന്നത്. In chapter 1 we see a praying Zechariah. 2-ാമത്തെ അധ്യായത്തിലേക്ക് ശിമ്യോനെ പോലെ ഹന്നയെ പോലെയുള്ള പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ് നമുക്ക് In chapter 2 we see the prayer of Simon and Hannah. 3-ാമത്തെ അധ്യായത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ച സ്ഥലത്തെ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സ്വർഗ്ഗം തുറന്നു എന്നാണ്. Even what we have read this now is while Jesus praying, the heavens open. അങ്ങനെ അവസാന അധ്യായങ്ങൾ വരെ പ്രാർത്ഥിക്കുന്ന വിവിധ വ്യക്തികളുടെ ചരിത്രവും ചിത്രവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. Right to the end we see many people who are praying in the presence of God in this book. അതുകൊണ്ട് ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ സഭ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങണം. That's why I say that the church of God must be prepared to pray. പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ അവിടെ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ സ്നാനത്തിനായിട്ട് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്നു എന്നാണ്. Here it says while he was going to be baptized and while he was praying, the heavens opened. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറക്കും. When you pray, the heavens will open. സക്കറിയാവ് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗ്ഗം തുറന്നു. When Zechariah prayed continuously, the heavens opened. യേശു സ്നാനത്തിനായിട്ട് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറക്കുകയാണ്. When Jesus is standing and praying for baptism, the heavens are opening. ഇന്ന് പകൽക്കാലം ഈ ആരാധനാലയത്തിൽ പ്രാർത്ഥനാപൂർവ്വം വന്നിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ചില വിഷയങ്ങളുടെ മേൽ ദൈവം സ്വർഗ്ഗം തുറക്കണം. You people who have come to this temple of God and who are praying, God is going to open the heavens for you. എന്നെ വിളിച്ചപേക്ഷിപ്പിൻ ഞാൻ ഉത്തരമരുളാമെന്ന് പറഞ്ഞ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറക്കുക. When you pray in the presence of the Lord, he said, call unto me and I will answer you. When you pray in his presence, the heavens will open. ആ ദൈവ സാന്നിധ്യം ഇന്ന് ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചിലതൊക്കെ തുറക്കുവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കട്ടെ. The presence of God is here and let the Holy Spirit permit for God to do many things in a mystery. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി സജ്ജമായി നിൽക്കുന്ന ഒരു ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവ്. When we pray, there is somebody who is standing by our side. That is the Holy Spirit. നമ്മൾ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ ആത്മാവിനാലാണ്. We were saved by the Holy Spirit. എന്നാൽ അനുദിന ജീവിതത്തിൽ നമുക്ക് ആത്മാവിന്റെ സാന്നിധ്യവും സഹായവും അത്യാവശ്യമാണ്. We need the presence and the help of the Holy Spirit in our lives. ലൂക്കോസിന്റെ സുവിശേഷം 1 മുതലുള്ള എല്ലാ അധ്യായങ്ങളിലും ഈ ആത്മാവ് വിവിധ മേഖലകളിൽ ഇടപെടുന്നത് നമുക്ക് കാണാൻ കഴിയും. In the book of Luke, right from the beginning till the end, we see the Holy Spirit, dealing in different ways. 1-ാമത്തെ അധ്യായത്തിൽ മറിയം പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ നസറത്തിൽ താമസിക്കുകയും ചെയ്യുന്ന സാഹചര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. In chapter 1 we see about Mary living in Nazareth and praying. അവിടെ ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ അസാധ്യം എന്നാണ് ആ വിഷയത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. About this topic it says it's an impossible topic. കാരണം കന്യകയായിരിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭവതിയാകുക ആ മാനുഷികമായിട്ട് അസാധ്യമാണ്. Because a virgin lady being impregnated is impossible manly speaking. പക്ഷേ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. There is written that the power of the Almighty will fall upon you. അപ്പോൾ ദൈവശക്തി നിഴലിട്ട് കഴിഞ്ഞാൽ അസാധ്യങ്ങൾ സാധ്യമാകും. When the power of God falls upon you, the impossible will become possible.
impossible. അതുകൊണ്ട് ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ അസാധ്യങ്ങൾ സാധ്യമാകും. If the presence of God descends, the impossible will become possible. രണ്ടാമത്തെ അധ്യായത്തിൽ ശിമ്യോൻ എന്ന് പറയപ്പെടുന്ന മനുഷ്യനെ പറ്റി പറയുന്നത് അവനിൽ ആത്മാവുണ്ടായിരുന്നു, നിയോഗത്താൽ ആരാധനാലയത്തിലേക്ക് ചെന്നു. And the second chapter says about Zechariah, the Spirit of God was with him and he was led to prayer. ആത്മാവുള്ള പ്രിയപ്പെട്ടവർ നിയോഗത്താൽ ചിലയിടങ്ങളിലേക്ക് ചെന്നാൽ അവർ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ People who are filled with the Holy Spirit, when they are led by the Spirit, when they move, they will see things that they have never seen in their life before. എന്നിലും നിങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. പക്ഷെ നിയോഗത്താൽ നമ്മൾ പോയാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില പ്രത്യേക You and me, അനുഭവങ്ങൾ. we have the Holy Spirit within us, but when we are led by the Spirit and we go, we will see things. ദീർഘവർഷങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിമ്യോൻ ഒരു പ്രാർത്ഥനാ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആത്മനിയോഗത്താൽ പോയപ്പോൾ താൻ പുതിയത് കണ്ടു എങ്കിൽ, Simon, who's been praying for many years earlier, but here he was led by the Spirit, and when he went, he saw a new thing. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മധ്യത്തിൽ പുതിയതൊക്കെ നിങ്ങളുടെ കണ്ണുകൾക്ക് മുൻപിൽ കാണത്തക്ക രീതിയിൽ ആത്മാവ് ചില ചരിത്രങ്ങളെ സൃഷ്ടിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. This morning, let us pray that while we are praying earlier, the Spirit of God may be with us and we see new visions. ഇവിടെ മൂന്നാമത്തെ അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. Here when Jesus is praying, the presence of the three-in-one God is coming down. സ്നാനത്തിനായിട്ട് വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുക്രിസ്തു വന്ന് നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ് അവിടെ. Earlier when Jesus Christ is going to be baptized, he's standing next to the water and he's praying. നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചുവെങ്കിൽ ഞാനും നിങ്ങളും എത്രമാത്രം If പ്രാർത്ഥിക്കണം. our Lord Jesus Christ prayed, how much more you and me need to pray? അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പിതാവിന്റെ ശബ്ദം കേൾക്കുകയാണ് സ്വർഗ്ഗം While തുറന്ന്. when he prayed, he heard the voice of the Father in heaven. താഴെ സ്നാനക്കുളത്തിൽ യോർദാൻ നദിയിൽ കർത്താവ് നിൽക്കുകയാണ്. Here, Jesus is standing on the banks of River Jordan. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഡിസെൻഡഡ് അപ്പോൺ ജീസസ്. യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ Here ഇറങ്ങുകയാണ്. said the Holy Spirit is landed on him bodily form. ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. Earlier for Jesus' ministry, the Holy Spirit is coming upon him. ദൈവത്തിന്റെ സഭ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. When the church of God prays, the Holy Spirit will come upon them. ഒന്നാമത്തെ അധ്യായത്തിൽ ഒരു കൺസീവ് പ്രാപിക്കാൻ വേണ്ടി ഗർഭവതിയാകുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. In chapter 1, the Holy Spirit descended for her to be conceived. മൂന്നാമത്തെ അധ്യായത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ അടുക്കലേക്ക് ആത്മാവ് ഇറങ്ങി In വരികയാണ്. chapter 3, hallelujah, the Holy Spirit is coming upon Jesus to help him in his ministry. നാലാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആത്മനിയോഗത്താൽ അവൻ മരുഭൂമിയിലേക്ക് പോകുകയാണ്. In chapter 4 it says he was led by the Spirit to go into the wilderness. വീണ്ടും കർത്താവ് തന്നെ പറയപ്പെടുന്നുണ്ട്, യഹോവയുടെ ആത്മാവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബദ്ധന്മാരെ വിടുവിക്കുവാൻ. Earlier then Jesus himself said, have been anointed earlier to set the captives free. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പൃഥുപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവം ഒരുമിച്ചാണ് ശുശ്രൂഷകൾ Earlier than Jesus' ministry, the Father, Son, the Holy Spirit, they come together and they minister. അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു പദം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 17ാമത്തെ വാക്യത്തിൽ സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. 17ാമത്തെ വാക്യത്തിൽ the power of the Lord was with him to heal. സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. The power of God was upon him to heal. അപ്പം കർത്താവിന്റെ ആത്മാവിനെ നമ്മെ സൗഖ്യമാക്കുവാനായിട്ട് കഴിയും. The Spirit of God can heal our bodies. 6ാമത്തെ അധ്യായത്തിന്റെ 18ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ സൗഖ്യം പ്രാപിച്ചു, ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കിക്കൊണ്ട് ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. And they that were vexed with unclean spirits, and they were healed, and the power of God was come out of him. അപ്പൊ പരിശുദ്ധാത്മാവും സ്നാന സമയത്ത് തന്നെ മേൽ ആവസിച്ചത്, Earlier when the Spirit of God which came upon him while he was being baptized, പലയിടങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇങ്ങനെയാണ്, ആവസിച്ചു, ഡിസെൻഡഡ് എന്നും റെസ്റ്റഡ് എന്നും ക്ലോത്തഡ് എന്നും ഫിൽഡ് എന്നും ഒക്കെയുള്ള പ്രത്യേക പദപ്രയോഗങ്ങൾ നമുക്ക് ആത്മാവിനെ പറ്റി നമുക്ക് കാണാൻ we can സാധിക്കും. see so many other terms about them, like descending, filled, came upon. So many terms are used there. അപ്പൊ കർത്താവിനെ ശുശ്രൂഷയ്ക്കായിട്ട് നന്മ ചെയ്യാനായിട്ട് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10ാമത്തെ അധ്യായത്തിന്റെ
പദത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നസറേനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറച്ചിട്ട് നന്മ ചെയ്യുവാനായിട്ടും സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ടും അവനെ അഭിഷേകം ചെയ്തു എന്ന്. In Acts chapter 10 it is written that he was anointed with the Holy Spirit to good and to heal and to set people free. അപ്പോൾ യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തത് നന്മ ചെയ്യുവാൻ, സുവിശേഷിക്കുവാൻ എന്നാണ്. അതിന്റെ 38 വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10 അധ്യായത്തിന്റെ 38 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. In 10:38 it says how God anointed Jesus of Nazareth with the Holy Ghost with power, who went about doing good and healing all that were oppressed by the devil, for God was with him. അപ്പോൾ നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത് കൊണ്ട് ദൈവം അവനോട് കൂടെ ഇരുന്ന് നന്മ ചെയ്തു, പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചു. Because he was filled with the Holy Ghost, anointed with the Holy Ghost, the power of God was with him, and he did good and set the captives free and healed the people. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നന്മ ചെയ്യുവാനും സുവിശേഷീകരിക്കുവാനായിട്ടും അശുദ്ധാത്മാക്കളെ ശാസിക്കുവാനായിട്ടും സൗഖ്യം നൽകുവാനായിട്ടും പ്രാപ്തമാണ്. You know, the Spirit of God is able, Aliyah, to heal your body, to set the captives free, to to set the people oppressed free and to heal. പകൽ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആ ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിനായിട്ട് പ്രാർത്ഥിക്കണം. You know, people who are come and sitting here, please pray for the Holy Spirit to come upon you. എനിക്കും നിങ്ങൾക്കും നമ്മുടെ സഭയ്ക്കും എല്ലാം ആവശ്യമായിരിക്കുന്നത് ആ ആത്മ സാന്നിധ്യമാണ്. What you, me and our church need is the presence of the Holy Spirit. ഇന്നത്തെ കാലഘട്ടത്തിലെ ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ആൾക്കൂട്ടത്തിന്റെ പെരുപ്പത്തെക്കാട്ടിലും ഉപരിയായിട്ട് ദൈവ സാന്നിധ്യവും ദൈവാത്മാവിന്റെ ശക്തിയുമാണ്. What the church of this century needs more than the number of people is the power of the Holy Spirit. നമ്മുടെ സഭകൾക്കെല്ലാം പണം കാണാം, കെട്ടിടം കാണാം, സാഹചര്യങ്ങൾ കാണാം, പക്ഷേ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആത്മ സാന്നിധ്യവും. These days our churches, we have big buildings, we have big technology, but what we lack is the power of the Holy Ghost. ആദിമ സഭയ്ക്ക് പലതും ഇല്ലായിരുന്നു, പക്ഷെ അവരിൽ ഉണ്ടായിരുന്നത് ദൈവ സാന്നിധ്യം, ദൈവാത്മാവായിരുന്നു. The first century churches, they did not have much, but what they had was the presence of God, was the power of the Holy Spirit. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ ആത്മാവിനെ ഞങ്ങളുടെ സഭയിലേക്ക് So these അയക്കണമേ. days, let our little children, our youth, our people, let them pray, Lord, fill me, anoint me with the Holy Spirit. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 11 അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥനയെ പറ്റി പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ In Luke chapter 11, while Jesus is teaching the people how to pray, നമ്മൾ ചോദിക്കുമ്പോൾ നൽകി തരുന്ന ഒരു നല്ല പിതാവിന്റെ ചിത്രം കർത്താവ് കാണിച്ചു. you know, Jesus is putting our picture of a father. When we ask of him, he will give us. ചോദിക്കുകയാണ്, അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ. And then he asks the question, you people here of this world who are willing to give good things to your children, സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം the കൊടുക്കും. Father in heaven, those who ask him of the Holy Spirit, will he not give it to them more? ഈ സ്വർഗ്ഗസ്ഥനായ പിതാവ് യാചിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നവനാണ്. This heavenly Father is the one, if you ask of him, he will give you the Holy Spirit. സഭയ്ക്കുള്ള ദൈവത്തിന്റെ ദാനമാണ് പരിശുദ്ധാത്മാവ്. Hallelujah, the Holy Spirit is the gift to the church. അത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, ദാഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, യാചിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവ് അത് ഔദാര്യമായിട്ട് നൽകുകയാണ്. Those people who are willing for it, those who are thirsty for it, those who are, excited about it, they are the ones who will receive it. ഇത് വില കൊടുത്ത് മേടിക്കാൻ സാധിക്കത്തില്ല, പണം കൊടുത്ത് മേടിക്കാൻ സാധിക്കത്തില്ല, ഇൻഫ്ലുവൻസ് ചെയ്ത് മേടിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഹൃദയംഗമായി പ്രാർത്ഥിച്ചാൽ എന്നിലും നിങ്ങളിലും ഈ ആത്മാവിനെ You cannot buy this power, you cannot gain this power, you cannot get it with your influence, but if you have a true thirst for it and ask of the Lord, he will give it to you. അതുകൊണ്ട് സഭ പ്രാർത്ഥിച്ചാട്ട്, ദൈവജനം പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ ദോഷികളായ പിതാക്കന്മാർ മക്കൾക്ക് പല നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നെങ്കിൽ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ സഭയിലേക്ക് ദൈവാത്മാവിനെ So these days, let us pray, Lord, hallelujah, the heathen people, they give good things to their children. Lord, fill us with the Holy Spirit. ദൈവാത്മാവ് എന്നിലും നിങ്ങളിലും വന്നാൽ വലിയ മാറ്റങ്ങളെ കർത്താവ് When the Holy Spirit comes upon you and me, there will be a big change. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അൺസ്കൂൾഡ് ആണ്, കഴിവില്ലാത്തവരാണ്, പക്ഷെ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിങ്ങൾ ചെയ്യാൻ കഴിയുന്ന
ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കാൻ സഭ തയ്യാറാകണം. Hallelujah. That's why Jesus says, you may be unlearned, you may be poor, hallelujah, but the power of God that is in you, that can give you more than you ask or desire of. ആത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും അളവറ്റ രീതിയിൽ അനവധി നിരവധി കാര്യങ്ങൾ ചെയ്യുവാൻ ഈ ദൈവാത്മാവിനെ ഇനിയും നിങ്ങളിൽ കൊണ്ട് കഴിയും. Hallelujah. The people of God who receive the Holy Spirit, hallelujah, by the power of the Holy Spirit that is in you, you can do much more greater things than what you have done till today. ഒരു കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു എന്നതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും വീണ്ടും അടുത്ത തലത്തിലേക്ക്, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ വ്യത്യസ്ത അനുഭവത്തിലേക്ക് ആത്മാവിനെ നടത്താൻ കഴിയും. There was a time when we were just, we were saved, we were set free, we were baptized, hallelujah, filled with the Holy Spirit. But my prayer today is, hallelujah, those who are filled with the Holy Spirit, may the Lord lead you to do much greater things. അതുകൊണ്ട് സഭ ആത്മാർത്ഥമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവമേ, നിന്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് So these പകരണമേ. days, let the church pray desiringly, Lord, anoint me with the Holy Spirit. അതുകൊണ്ടാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ പഠിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ 120 പ്രിയപ്പെട്ടവർ മർക്കോസിന്റെ മാളികമുറിയിൽ കാത്തിരിക്കുകയാണ്. That's why how we in our Wednesday Bible study we've been studying the book of Acts, where they say in the upper room 120 of them gathered. They were wait upon the Lord's presence. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹം. Oh, we see 120 people waiting for the presence of the Lord. അവർ പ്രിപ്പയർ ചെയ്ത് വെയിറ്റ് ചെയ്ത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. They are preparing themselves, they are waiting unto the Lord. നമ്മുടെ ഒക്കെ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, നിങ്ങൾ പോകുന്നതൊക്കെ ഡ്രൈവിംഗിലൊക്കെ ആഗ്രഹവും പ്രാർത്ഥനയും, ദൈവമേ ആത്മസാന്നിധ്യം ഞങ്ങളിലേക്ക് These days, our prayer while we at work, while we are driving, let this prayer be, desire be, Lord, fill me with the Holy Spirit. അങ്ങനെ അവർ വന്നിരിക്കുന്ന സന്ദർഭത്തിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് ഏക മനസ്സോടെ കൂടി എന്നാണ് നമുക്ക് കാണുന്നത്. We here read in the book of Acts, on the day of Pentecost, they all gather with one accord, with one mind. ഇവർക്കെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരായിരുന്നു. These people had all different opinions. പത്രോസ് എടുത്തുചാട്ടക്കാരനായിരുന്നു, തോമസ് സംശയമുള്ളവനായിരുന്നു, അതുപോലെ തന്നെ നഥനയേലിന് വ്യത്യസ്ത സ്വഭാവം ഉണ്ടായിരുന്നു, ഇടിമക്കൾക്ക് വ്യത്യസ്ത സ്വഭാവങ്ങൾ. പക്ഷേ അവരൊരു കാര്യത്തിന് വേണ്ടി ഒരുമനപ്പെട്ടിരിക്കുക. Oh yeah, Peter, John, they all had different characters, but they are all gathered together with one goal. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത ഓറിയന്റേഷൻ കാണാം, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് കാണാം, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഡിഫറന്റ് ആയിരിക്കാം. പക്ഷേ നമ്മൾ ഏകമായിട്ടിരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. People who are sitting here, you may have different backgrounds, you come from different societies, you have different levels of education, but we all need to be for one goal. നമ്മളെല്ലാം ഒന്നിച്ചാക്കിയിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലാണ്. Hallelujah, we have all been gathered, made one by the cross of Calvary. ഇരുപക്ഷത്തെയും ഒന്നാക്കി പിതാവിന്റെ അടുത്തേക്ക് ഏക ആത്മാവിനാൽ പ്രവേശനം നൽകി നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ്. Hallelujah, we have been brought together by the cross to go to meet the Father. നമുക്ക് ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം, പക്ഷേ വ്യക്തിപരമായി നമുക്ക് പ്രശ്നങ്ങളില്ല. Hallelujah, we may have very different opinions, but individually we have one goal. ഇവിടെ ഇരുന്ന് 120 പ്രിയപ്പെട്ടവർ ഒരു മർക്കോസിന്റെ മാളികമുറിയിൽ അവർ കാത്തിരിക്കുകയാണ്. Hallelujah, here 120 people here in the upper room, hallelujah, they are all gathered together. അവർ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചും വചനം ധ്യാനിച്ചും ദൈവത്തെ സ്തുതിച്ചും കൊണ്ടൊക്കെ ഇരുന്നു. Hallelujah, they are there sitting and praying and sharing the word, and they are praising God. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരോടുകൂടെ കർത്താവായ യേശുക്രിസ്തു ഉണ്ടായിരുന്നു. In the past days, Jesus was with them. അന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ഒത്തിരി വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ Those ചെയ്തു. days he prayed for them, he preached the word to them. അതെല്ലാം ഓർത്തും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഈ 120 പ്രിയപ്പെട്ടവർ ഇരിക്കുകയാണ്. These 120 people, they are thinking of all those days and they are praying and praising. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുപോലെ and all of a sudden, like we thought about the other day, അവിടെ ഒരു വലിയ കൊടിയ കാറ്റടിക്കുകയാണ്. oh, there is a big wind, hallelujah, out there. അവിടെ വലിയൊരു മുഴക്കമുണ്ടാകുകയാണ്. There is a big thunder out there. അവർ ഇരുന്ന സ്ഥലം മുഴുവൻ അത് മുഖാന്തരം നിറയുകയാണ്. And because of that, the whole place is filled up. അവർക്ക് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമാകുകയാണ്. They saw, hallelujah, the tongues of fire descending upon them. അത് ഇരുന്ന ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. It came and descended on each and every one of them. ഓരോരുത്തരുടെ മേലും അത് പതിയുകയായിരുന്നു. It's coming on each and every one of them. ഓരോരുത്തരുടെ മേലും അത് പതിയപ്പെടണം. Oh, this morning let it descend on each and every one. അവിടെ രേഖപ്പെടുത്തി
രേഖപ്പെടുത്തി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. Yeah, it is written they all were filled with the Holy Ghost. അവിടെ ഇരുന്ന എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. All that they were filled with the Holy Ghost. അവർക്ക് ആത്മാവ് ചില ഉച്ചരിക്കുവാൻ ചില ഭാഷകൾ നൽകി. And the Spirit gave them different languages to speak. അങ്ങനെ അവർ സംസാരിച്ചു തുടങ്ങി. And they started speaking in tongues. ഇരുന്ന സ്ഥലം മൊത്തം നിറയുകയാണ്. Hallelujah, the whole place is filled up. കാരണം ഇരിക്കുന്ന സ്ഥലത്തിന് ഒരു എൻവയോൺമെന്റ് ഉണ്ടാകണം. Hallelujah, because there is an environment there. അവിടെ ഒരു ഏകാഗ്രത Oh, ഉണ്ടാകണം. there is a oneness there. അവിടെ എല്ലാവരും കൂടി ഒരുമനപ്പെടണം. They are all in one mind. അവരെല്ലാവരും കൂടി ഒരുമിച്ച് They പ്രാർത്ഥിക്കണം. are in one accord praying one അപ്പോൾ prayer. ആത്മാവ് ഓരോരുത്തരുടെ മേൽ Oh, പതിയും. the Spirit came on each and every one of ഇന്ന് them. പകൽക്കാലം അങ്ങനെയുള്ള ഒരു ദൈവ ആത്മാവിന്റെ അനുഭവം ഉണ്ടാകുവാൻ Oh, let there be such an experience of the Holy Spirit this സഭ morning. പ്രാർത്ഥിക്കുന്നുവെങ്കിൽ Oh, if the church prays. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു മൂവിലേക്ക് ആത്മാവ് നടത്തും. Hallelujah, the Lord, the Holy Spirit lead you to a move that has never happened before. ക്രൈസ്തവ സഭയുടെ ചരിത്രം അവിടെ Hallelujah, ആരംഭിക്കുകയായിരുന്നു. the Christian church, it takes place out there. ദൈവസഭയുടെ പ്രവർത്തനം അവിടെ Oh, the ആരംഭിക്കുകയായിരുന്നു. work of church begins there. നമുക്കറിയാം അവിടെ 3 പ്രതിഭാസങ്ങളാണ് നടന്നത്. We know there are three things that happened there. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അതിൽ 2 പ്രതിഭാസങ്ങളെ പറ്റി I talked about 2 the other day. അവിടെ സംഭവിച്ചത് വലിയൊരു മുഴക്കമുണ്ടായി, വലിയൊരു കാറ്റടിച്ചു. Oh, a big wind blew, a big thunder rolled. 2 അവിടെ കാണപ്പെടുന്നത് അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന Number ഒരു 2, hallelujah, the tongues of fire came upon them. മൂന്നാമത് അവരെല്ലാവരും ഭാഷകളിൽ And സംസാരിക്കുക. 3, they started talking in different tongues. ഒന്ന് അവർ കേൾക്കുന്ന ഒരു സൗണ്ടാണ്. Number 1, they're hearing a sound. 3 അവർക്ക് കാണുന്ന ഒരു സൈറ്റാണ്. Then they see a sight. 3 അവർക്ക് ലഭ്യമാകുന്ന ഒരു സ്പീച്ചാണ്. And 3rd, they get a speech. അപ്പൊ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: സൗണ്ട്, സൈറ്റ്, സ്പീച്ച്. There are 3 things happening there: the sound, sight, and speech. 120 പ്രിയപ്പെട്ടവർക്ക് അനുഭവിച്ച 3 പ്രതിഭാസങ്ങളാണ് അവിടെ These രേഖപ്പെടുത്തിയിരിക്കുന്നത്. 120 people experiencing 3 different experiences. അവർക്ക് ഒരു പ്രകാശം പോലെ അവർക്ക് ചിലത് തോന്നുകയാണ്. Some people are seeing a big light. ദൈവാത്മാവ് വരുമ്പോൾ നമ്മെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയാ. Hallelujah, the Holy Spirit is to bring us to the light. കഴിഞ്ഞ ദിവസം ഞാൻ അത് ഓർപ്പിക്കുകയുണ്ടായി. ദൈവാത്മാവ് വരുമ്പോൾ അത് പ്രകാശിപ്പിക്കാൻ Oh, the വേണ്ടിയാ. other day I reminded you, when the Holy Spirit comes, He will lighten it up. ഈ ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ നിന്നെ പ്രകാശിപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവുണ്ട്. Hallelujah, to enlighten you in this dark world, you need the Holy Spirit. ഭയപ്പെട്ടിരിക്കുന്ന ഇരുട്ടിലിരിക്കുന്ന ഈ ശിഷ്യന്മാരെ പ്രകാശിപ്പിക്കേണ്ടത് Oh, these കർത്താവിന്റെ disciples ദൗത്യമാണ്. who are fearful, who are in the dark, they need the Holy Spirit to lighten them up. ഈ ദൈവസഭയെ പ്രകാശിപ്പിക്കേണ്ടത് എന്നെക്കാട്ടിലും ഉത്തരവാദിത്വം ദൈവത്തിനാ. Hallelujah, to enlighten this church more than my responsibility, the responsibility of the Holy Spirit and God. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഒരു കൊടിയ അഗ്നി അവന്റെ നാവിന്റെ മേൽ തൊടുന്നത്. Hallelujah, in the book of Isaiah we read, hallelujah, that a tongue of fire came upon his tongue. അവനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് Hallelujah, പ്രകാശിപ്പിക്കുകയാണ്. God is enabling him, strengthening him for the ministry. അതുകൊണ്ടാണ് മരുഭൂമിയിൽ ആടിനെ നോക്കി കാത്തു നിൽക്കുന്ന മോശയ്ക്ക് തേജോമയനായിരിക്കുന്ന ദൈവം മുൾപടർപ്പിൽ Oh, പ്രത്യക്ഷനാകുന്നത്. that's why Moses, while he is feeding the sheep in the wilderness, hallelujah, he could see the power of God in the burning bush. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ മുഴക്കങ്ങൾ, പ്രകാശങ്ങൾ, ഇടിമുഴക്കം ഇതൊക്കെയുണ്ട്. Maybe in the Old Testament news, wherever the presence of God descends, there is hallelujah, big light, there is big thunder roaring. അതിന് പഴയ നിയമത്തിൽ പറയപ്പെടുന്ന തിയോഫനി എന്നാണ്. അങ്ങനെ ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ മുഴക്കമുണ്ടാകും, പ്രകാശമുണ്ടാകും, ഭൂകമ്പങ്ങൾ ഉണ്ടാകും. ദൈവ സാന്നിധ്യം അങ്ങനെ അനുഭവിക്കാൻ കഴിയും. Oh, when the power of God descends, hallelujah, you will see light, you will hear sounds, you will see big earthquakes. ഈ പ്രകാശം വരുമ്പോൾ അത് പ്യൂരിഫൈ ചെയ്യുന്നതാണ്. അഗ്നി പ്യൂരിഫൈ ചെയ്യുന്നതാണ്. Oh, when this light comes, it purifies you internally. ഈ വിവിധ സ്വഭാവക്കാരായിരിക്കുന്ന ഈ ശിഷ്യന്മാരെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യത വരുത്തുന്ന ദൈവാത്മാവ് ഇറങ്ങണം. Oh, these disciples who have got different characters, hallelujah, to cleanse them and to bring them into one, hallelujah, the Holy Spirit needs to descend upon them. മീൻപിടുത്തക്കാരായിരിക്കുന്ന അതുപോലെ തന്നെ ടാക്സ് കളക്ടേഴ്സ് ആയിരിക്കുന്ന ഇവരുടെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തണമെങ്കിൽ ദൈവാത്മാവ് ഇവർക്ക് ബോധ്യത നൽകണം. Oh, these people who are fishermen, who are tax collectors, hallelujah, for their character to change, the Holy Spirit needs to come upon them. മറ്റാര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഇവർ ചേഞ്ച് ആകത്തില്ല. പക്ഷെ ദൈവാത്മാവ് ഇറങ്ങിയാൽ ഏത് വ്യക്തിയും ചേഞ്ച് No ആകും. matter who comes and advises them, they will not take their advice. But when the Holy Spirit depends upon them, they will change. അതുകൊണ്ടല്ലേ ദമസ്കോസിലേക്ക് പോകുന്ന ശൗലിന്റെ അടുത്ത് ഒരു തീഗോളം പോലെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു.
വെളിപ്പെടുത്തപ്പെടുകയാണ്. that's why earlier Saul was on the way to Damascus earlier. Oh, the power of God descended upon him like a fire. ആ തീവ്രവാദിയായിരുന്ന ശൗലിനെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവ സാന്നിധ്യമാണ് ഇറങ്ങിയത്. Earlier Paul was a radical that time earlier. When the power of God came upon him, he changed. അപ്പോൾ ദൈവ സാന്നിധ്യം എല്ലാത്തെയും മാറ്റുന്നതാണ്, ചേഞ്ച് ചെയ്യുന്നതാണ്, പ്യൂരിഫൈ ചെയ്യുന്നതാണ്, പ്രകാശിപ്പിക്കുന്നതാണ്. Earlier the Holy Spirit earlier when he comes on someone, he changes them, he enlightens them, and he makes them different. രണ്ടാമതായിട്ട് അവിടെ കാണപ്പെടുന്ന അവരുടെ മേൽ ഭാഷകൾ വന്നു Number എന്നുള്ളതാണ്. 2, we see that earlier they started speaking in different tongues. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ ഭാഷകൾ നമുക്ക് നല്ല സഭ്യമായ ഭാഷയല്ല. Earlier these people who are fishermen, their tongue, their language is not a very decent language. നിങ്ങൾക്കറിയാം മത്സ്യബന്ധനത്തിന്റെ ഏരിയകളിൽ മീൻ കച്ചവടക്കാരുടെ ഭാഷാ പ്രയോഗങ്ങൾ പലപ്പോഴും പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ല. Earlier the language of these fishermen, common people don't like it. എന്നാൽ അന്ന് ശ്രദ്ധിച്ചാട്ടെ, മത്സ്യബന്ധനത്തിന്റെ തൊഴിലാളി നേതാവായിരുന്ന പത്രോസിന്റെ മേൽ ദൈവാത്മാവ് വന്നപ്പോൾ തന്റെ ഭാഷകളുടെ മേൽ ആത്മാവ് വ്യാപരിച്ചിട്ട് 3000-ൽ പരം ആളുകൾ Look രക്ഷിക്കപ്പെട്ടു. here, Peter earlier, who was captain of these fishermen earlier, when the Holy Spirit descended upon him, his whole language changed. ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ ഭാഷകളും എല്ലാ ബോഡി ലാംഗ്വേജ് പോലും മാറ്റത്തക്ക രീതിയിൽ ആത്മാവിന് പരിവർത്തിക്കാനായിട്ട് കഴിയും. This morning when the Holy Spirit lands upon you earlier, your whole body language, your whole life will change, and the Holy Spirit will work through you. ഇവിടെ ഒരു മൂന്നാമതായിട്ട് കാണുന്ന ഒരു വലിയൊരു മുഴക്കമാണ്, വലിയൊരു കാറ്റിന്റെ One അനുഭവമാണ്. third, we see a big wind and a big thunder. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിവിധങ്ങളായിരിക്കുന്ന രൂപങ്ങളായിട്ട് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ In the ഉപയോഗിച്ചിട്ടുണ്ട്. Old Testament, in the New Testament, the Holy Spirit is described in different forms. അതിൽ ഒന്നാണ് കാറ്റായിട്ട് പലയിടങ്ങളിൽ One of ഉപയോഗിച്ചിട്ടുണ്ട്. the forms is the wind inside many places. വെള്ളമായിട്ടും എണ്ണയായിട്ടും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. He's been portrayed as oil and water. ഇവിടെ രേഖപ്പെടുത്തുന്ന ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ട്. Here it says earlier, like a wind blowing, there was like a sound of thunder in the skies. ആ കാറ്റിന് വിൻഡിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. Here the wind has many characteristics. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ അവരുടെ മേൽ ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ Earlier in the book of Genesis we say he blew the breath of life into him. അപ്പോൾ ശ്വാസം ഊതിയാൽ ജീവൻ പ്രാപിക്കാൻ Earlier, സാധ്യതയുണ്ട്. if you blow the breath earlier, life will come. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിൽ പറയപ്പെടുന്നത് അവന്റെ കാറ്റിനാലായിട്ട് ഈ സകല സൈന്യങ്ങളും ഉളവായി. Earlier in the book of Psalms saying by the wind all this army is formed. അപ്പോൾ ദൈവത്തിന്റെ കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ജീവന്റെ ശക്തി വ്യാപരിക്കും. Earlier if the wind of the power of God blows earlier, life will come. അതുകൊണ്ടാണ് ചിലയിടങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ജീവാത്മാവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. In some places it says the wind of life. എന്നിലും നിങ്ങളിലുമുള്ള ആത്മാവ് ജീവന്റെ ആത്മാവാണ്. The spirit of God that is you and me is the wind of life. എന്നിലും നിങ്ങളിലുമുള്ളത് നിത്യ ആത്മാവാണ്, ഇറ്റേണൽ സ്പിരിറ്റ്. The spirit of God that is you and me is an everlasting spirit. എന്നിലും നിങ്ങളിലുമുള്ളത് സത്യത്തിന്റെ ആത്മാവാണ്. Oh, the spirit it's a spirit of truth. അതുകൊണ്ട് ഇവിടെ ഒരു കാറ്റടിച്ചു, അങ്ങനെ ജീവനുള്ള ദേഹമായി തീർന്നു. Here രണ്ടാമത്തെ a wind blew and they became a living being. നമുക്കറിയാം പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ ജനം ഒരുമിച്ച് നിൽക്കുന്ന ആ അക്കരയ്ക്ക് പോകുവാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു അനുഭവം. In the book of Exodus we see all these people that gathered together so they can then go on the other side. മോശയും ലക്ഷക്കണക്കിന് ആളുകളും അവിടെ ചെങ്കടലിന്റെ മുൻപിൽ നിൽക്കുകയാണ്. Earlier Moses and lakhs of people earlier are standing in front of the Red Sea. നിങ്ങൾക്ക് ആ ചിത്രം മനോഹരമായിട്ടും അറിയാവുന്ന You know that picture very well. ഫറവോന്റെ സൈന്യം പിറകിലായിട്ട് അവരെ ആക്രമിച്ചു. Oh, the army of Pharaoh is running after them. ഇരു സൈഡിലും മലകൾ ഉയർന്നു Oh, there are നിൽക്കുകയാണ്. big mountains on both sides. അതുപോലെ തന്നെ ഇളകിമറിയുന്ന ചെങ്കടൽ മുൻപിൽ Earlier നിൽക്കുകയാണ്. there you see the Red Sea roaring in front of them. മിസ്രൈമിൽ നിന്നും വരുന്ന ഈ സമൂഹം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. Oh, these people who have come from Egypt, they don't know what to do. ഭാരപ്പെട്ട് നിൽക്കുന്ന ദൈവദാസനടക്കം ലക്ഷക്കണക്കിന് Here പ്രിയപ്പെട്ടവർ there is Moses the leader and all lakhs of people all in fear. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങോട്ട് പോകണം എന്ന് അറിയാതെ നിൽക്കുന്ന Oh, നിമിഷങ്ങൾ. they are standing, don't know what to do, where to go, where to turn. ഇന്ന് പകൽക്കാലം മുൻപിലും പുറകിലും സൈഡിലും എല്ലാ മേഖലകളിലും അടഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളാണെങ്കിൽ Oh, even today, if
you are facing a situation where your front, your back, your front, everything is closed. മുന്നോട്ട് പോകുവാനായിട്ടുള്ള വഴികൾ കാണാതെ എല്ലാം When you അടഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. cannot see a road in front of you. അടുത്ത സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ മുങ്ങിപ്പോകും എന്നുള്ള ചിന്തയാണെങ്കിൽ, If you think that if I take the next step I will drown in the sea. പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഫറവോന്യ സൈന്യം തങ്ങളെ തകർക്കുമെന്നുള്ള If I turn ചിന്തയാണെങ്കിൽ, back, the army of Pharaoh is there. സൈഡിലേക്ക് ഓടിപ്പോകുവാൻ കാലുകൾക്ക് ബലമില്ലാത്ത മലകളാണെങ്കിൽ, If there are big mountains on both sides. പ്രാർത്ഥനയോടുകൂടി മോശ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. Moses looks up to the heavens and he is praying. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ ദൈവമുഖത്തേക്ക് നോക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, Those people who turn to the Lord and look at the face of the Lord this morning. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രേറ്റ് വിൻഡ് സ്ട്രക്ക് അപ്പോൺ ദ വാട്ടർ, ഒരു വലിയ കൊടുങ്കാറ്റ് മഹാശക്തിയോടെ അവിടേക്ക് അടിക്കുകയാണ്. For them there's a mighty wind blowing for them. മുകളിലേക്ക് നോക്കുന്ന പ്രിയപ്പെട്ടവന് വേണ്ടി സ്വർഗം തുറക്കും. Those people who look to the heavens, for them the heavens ആ will open. സ്വർഗം തുറക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ ഇറങ്ങി വരും. When the heavens open, Holy Spirit will come in bodily form. ആ മുൻപിൽ നിൽക്കുന്ന ചെങ്കടലിനെ ഡിവൈഡ് ചെയ്യത്തക്ക രീതിയിൽ ആത്മാവ് ഈ ചെങ്കടലിന്റെ മേൽ അടിക്കും. Hallelujah! The Holy Spirit came with the power to divide the sea. ആത്മാവ് ചെങ്കടലിനെ അടിച്ചാൽ അത് ചിറ പോലെ രണ്ടാകും. If the Holy Spirit hits upon the Red Sea, it will split into two. ശ്രദ്ധിക്കുക, ചെങ്കടൽ രണ്ട് വശത്തേക്കും ചിറ പോലെ നിൽക്കുകയാണ്. Here you see the Red Sea divided into two parts. ഒരു മതില് പോലെ താഴേക്ക് വീഴാതെ നിൽക്കുകയാണ്. It is standing like a wall that it may not collapse. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് നടന്നു പോകേണ്ടത്. There are thousands and lakhs of people. നടക്കാൻ വയ്യാത്ത പ്രായമുള്ള ആരോഗ്യമില്ലാത്ത വൃദ്ധരായ പ്രിയപ്പെട്ടവരുണ്ട്. There are people who cannot walk. ഗർഭവതികളായിരിക്കുന്ന മാതാക്കളുണ്ട്. There are mothers who are pregnant. കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ച് കൊണ്ടുപോകേണ്ട ചില There are പ്രിയപ്പെട്ടവരുണ്ട്. some people who carry their children in their arms. സാധന സാമഗ്രികളും അതുപോലെ തന്നെ മൃഗങ്ങളും ഇവരുടെ കൂടെ ഉണ്ട്. They have a lot of luggage. They have a lot of animals. ഏകദേശം 6 ലക്ഷം പ്രിയപ്പെട്ടവർ അക്കരെ എത്തുക എന്ന് പറയപ്പെടുന്ന എത്ര നിമിഷങ്ങൾ എടുക്കും? Imagine 6 lakh people need to get through. How difficult it is. അതുപോലെ തന്നെ കടൽ ഒഴുകിയ സ്ഥലത്ത് അതെല്ലാം നനഞ്ഞു കിടക്കുക, ചള്ളയായി കിടക്കുക. And when the waters move, the place is all murky. എന്നാൽ ദൈവത്തിന്റെ കാറ്റടിച്ചപ്പോൾ, when the wind of the Lord blew, the wetland turned into dry land. It became a dry land. അതുപോലെ തന്നെ ഇവരെ താഴേക്ക് വീഴാതെ ഇവർ പോകുമ്പോൾ ചിറ പോലെ നിൽക്കുകയാണ്. Standing like a mountain on both sides. ഏത് നിമിഷവും വെള്ളം വേണമെങ്കിൽ വീഴാം. Anytime this water can fall upon them. പക്ഷേ ഇവർ അക്കരെ എത്തുവോളം, till they reach the other shore. ഇവർ പാർക്കാനുള്ള പട്ടണത്തിലെക്കോളം, till they reach their city. ഒരു ചിറ പോലെ കാറ്റടിച്ചു നിൽക്കുന്നുവെങ്കിൽ, this wind is still blowing. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവാകുന്ന കാറ്റ് this morning നിന്റെ വിഷയങ്ങളുടെ മേൽ അടിക്കാൻ തയ്യാറായാൽ, if that comes on your problem, നിന്റെ കാല് നനയാതെ അക്കരെ എത്തുവോളം without your ഈ ആത്മാവിന് നിന്നെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ will you believe that? കരങ്ങൾ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Clap and praise the Lord. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വിഷയത്തിന്റെ മേൽ അടിക്കട്ടെ, ചെങ്കടലിന്റെ മേൽ അടിക്കട്ടെ. Let the power of the Holy Spirit come on your problems, on your issues this morning. നിന്റെ വിഷയത്തിന്റെ മേൽ ചിറ പോലെ ദൈവാത്മാവ് പരിവർത്തിക്കട്ടെ. Let the Spirit of God stand like a wall in your problems. Thank you, Lord. കാറ്റടിച്ചു കഴിഞ്ഞാൽ വഴിയുണ്ടാകും. If the wind blows, there will be a way. വഴി അടഞ്ഞ മേഖലകളിൽ വഴി തുറക്കും കാറ്റ്. If the wind blows where there's no way, there will be a way. നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലം ടൊർണാഡോ ഉള്ള ഏരിയ ആണെന്ന് നമുക്കറിയാം. Oklahoma is a tornado prone area. കാറ്റിന് ഏതിനെയും മാറ്റുവാനായിട്ട് കഴിയും. The wind can move anything. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവെന്ന കാറ്റടിച്ചു കഴിഞ്ഞാൽ തടസ്സമായിട്ട് നിൽക്കുന്ന ഏതിനെയും മാറ്റുവാൻ കഴിയും. If that is so, when the wind of the Holy Spirit moves, he can move anything that is a hindrance. പരിശുദ്ധാത്മാവെന്ന കാറ്റടിച്ചു കഴിഞ്ഞാൽ ഡിറക്ഷൻ ഉണ്ടാകും. If the wind of the Holy Spirit blows, there will be a direction. നീ പോകേണ്ട പാത കാണിക്കുന്നത് ഈ സത്യത്തിന്റെ ആത്മാവാണ്. Hallelujah. The way that you need to go is only the Holy Spirit knows. അത് ഗൂഗിളോ അതോ GPS ഒന്നുമല്ല. It's not Google or it's not GPS. നിന്നെ കൊണ്ടുപോകേണ്ട ഡയറക്റ്റ് പാത കാണിക്കുവാൻ സത്യത്തിന്റെ ആത്മാവിന് You need the Spirit of truth to show you the way. കാരണം ഇത് സകല സത്യത്തിലും വഴി നടത്തുന്നു എന്നാ Because പറയപ്പെടുന്നത്. this is the one who leads you into the truth. അതുകൊണ്ട് wind give the direction in your life. Hallelujah. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു direction ആവശ്യമുണ്ട്. Wind gives movement in your life. നിങ്ങൾക്കൊരു മൂവ്മെന്റിന്റെ ആവശ്യമുണ്ട്. Pentecost is a movement. Pentecost ഒരു മൂവ്മെന്റ് ആണ്. It is not a one time movement. അവരൊരു one time movement അല്ല. It is an ongoing movement. അത് നിരന്തരമായി പോകുന്ന സംഭവമാണ്. ഇന്ന് പകൽക്കാലം
പകൽക്കാലം ആഗ്രഹിക്കുന്നവർക്ക് ആ മൂവ്മെന്റ് അനുഭവിക്കാൻ കഴിയും. Those people who desire, you can get it this morning. ഇന്ന് പകൽക്കാലം പ്രതീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആ മൂവ്മെന്റ് അനുഭവിക്കാൻ കഴിയും. People who hunger for this morning can get it. Wind വന്നു കഴിഞ്ഞാൽ അതൊരു റിഫ്രഷ്മെന്റ് ആണ്. If the wind comes, it's a refreshment. കാരണം കാറ്റുണ്ടാകുമ്പോൾ നമുക്കൊരു തണുപ്പും ഒരു സുഖവും ഉണ്ടാകും. Oh, when the wind blows, there is a calmness, there is a coolness. കാരണം ദൈവാത്മാവ് ആശ്വാസപ്രദനാണ്. Hallelujah, because Holy Spirit is comforting. ദൈവാത്മാവ് കംഫോർട്ടിംഗ് പ്രസൻസ് നൽകുന്നതാ. It's a comforting spirit. ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും കംഫോർട്ട് ചെയ്യുവാൻ ലോകത്തിലെ ഒരു കൗൺസിലറിനും കഴിയത്തില്ല. No counselor in this world can comfort you. എന്നോടും നിങ്ങളോടും കൂടെ എല്ലാ നിമിഷങ്ങളിലും ഇരിക്കുവാൻ ലോകത്തിലെ ഒരു ബന്ധുമിത്രാദികൾക്കും There is കഴിയത്തില്ല. no friends in this world who can stay with you always. എന്നോടും നിങ്ങളോടും കൂടെ എല്ലാ സന്ദർഭങ്ങളിലും ഇരിക്കാൻ സഭയിലെ പാസ്റ്ററിനും വിശ്വാസിക്കും The കഴിയത്തില്ല. pastor or the believers, they cannot be with you always. എന്നാൽ ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ ആശ്വാസപ്രദനായി കൂടെ ഇരിക്കുന്ന നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവ സാന്നിധ്യം. Hallelujah, in your time of loneliness, the one who can be with you is the presence of ഇന്ന് God. പകൽക്കാലം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി കൂടെ വരുന്ന ദൈവ സാന്നിധ്യം. Oh, the people who pray today, the presence of God be with you. അത് അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി മരുഭൂമിയിൽ ഇറങ്ങി വന്ന ദൈവ Oh, in the സാന്നിധ്യം. wilderness it was like the pillar of light and like a cloud on top of them. പകൽക്കാലം ഒറ്റപ്പെട്ട നിന്റെ മേൽ ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വരണം. Oh, let that power come upon you this morning. ആരുമില്ല എന്ന് കരുതുന്ന നിന്റെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങി People who വരണം. think I'm alone, let that power come upon you. സൗഖ്യമില്ല എന്ന് കരുതുന്ന നിന്റെ വിഷയത്തിന്റെ മേൽ ആ ദൈവശക്തി People ഇറങ്ങി who വരണം. think they are sick, let that power come upon you. വഴിയില്ല എന്ന് കരുതുന്ന നിന്റെ പ്രശ്നത്തിന്റെ മേൽ ആ ദൈവ സാന്നിധ്യം People ഇറങ്ങി who വരണം. think that there is no way, let the power come upon you. ദോഷ